പുരാതന അറേബ്യയിലെ നജ്ദ് താഴ്വരയിൽ ബനു തൈം എന്നൊരു ഗോത്രമുണ്ടായിരുന്നു. അവിടുത്തെ ഷെയ്ഖ് മാലിക് തന്റെ നീതിക്കും കരുണയ്ക്കും പേരുകേട്ടവനായിരുന്നു. എന്നാൽ അയൽഗോത്രവുമായുണ്ടായ ഒരു കടുത്ത യുദ്ധത്തിൽ അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആയുധങ്ങളാൽ മുറിവേറ്റു, കാഴ്ച എന്നേക്കുമായി നിലച്ചു. ഷെയ്ഖ് മാലിക്കിന്റെ ഏക ആശ്വാസം മകൻ അൽ ഖാസിമായിരുന്നു. മകൻ അവന് വെളിച്ചമായി, അവന് കൈത്താങ്ങായി കൂടെ നിന്നു. ഖാസിം വെറുമൊരു യുവാവായിരുന്നില്ല, കാറ്റിനോട് മത്സരിക്കുന്ന വേഗതയുള്ള പടയാളി, വാൾപ്പയറ്റിൽ അതിനിപുണൻ. പിതാവിനെ കുളിപ്പിക്കുന്നതും ഉണ്ണുന്നതും ഉറക്കുന്നതും ഖാസിം തന്നെയായിരുന്നു. പക്ഷേ പ്രണയം എന്ന വികാരം അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് ആരുമറിയാതെയായിരുന്നു. ഒയാസിസിലെ ആ സന്ധ്യ. ഒരു തീർത്ഥാടനയാത്രയ്ക്കിടയിൽ ഒയാസിസിനരികിൽ വെച്ച് കാസിം നൂർ എന്ന പെൺകുട്ടിയെ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ട് കാസിം നിശ്ചലനായി നിന്നുപോയി. നൂറ് മറ്റൊരു ഗോത്രത്തലവനായ ഹുസൈന്റെ മകളായിരുന്നു. അവരുടെ സംസാരങ്ങൾ പ്രണയമായി മാറി. പക്ഷേ ദരിദ്രനായി മാറിയ ഒരു ഗോത്രത്തലവന്റെ മകന് തന്റെ മകളെ നൽകാൻ ഹുസൈൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കഠിനമായ പരീക്ഷണം വെച്ചു. ബനു അബ്സ് ഗോത്രത്തിന്റെ കൈവശം അൽ സാക്കിർ പരുന്ത് എന്നൊരു കുതിരയുണ്ട്. മണൽക്കാറ്റിനേക്കാൾ വേഗതയുള്ള മിന്നൽ പിണരുപോലെയുള്ള ആ കുതിരയെ എനിക്ക് കാഴ്ചവെക്കാൻ നിനക്ക് സാധിക്കുമോ? എങ്കിൽ 100 നിനക്കുള്ളതാണ്. വേർപാടിന്റെ കഠിന നിമിഷങ്ങൾ. ബനു അബ്സ് ഗോത്രമാകട്ടെ കാസിമിന്റെ പിതാവിന്റെ കണ്ണുകൾ നഷ്ടപ്പെടുത്തിയ ശത്രുക്കളായിരുന്നു. അങ്ങോട്ടേക്ക് പോകുക എന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാസിം തന്റെ അന്ധനായ പിതാവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പിതാവേ, എനിക്ക് പോകണം. എന്റെ ജീവിതത്തിന്റെ പൊരുളായ അവളെ എനിക്കു വേണം. വൃദ്ധനായ മാലിക് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മകന്റെ ശിരസിൽ തലോടി. മകനെ, പ്രണയം നയിക്കുന്നത് പലപ്പോഴും മരണത്തിലേക്കാണ്. എങ്കിലും നീ പോകൂ. നീ വരുന്നതുവരെ ഞാനീ വാതിക്കലിരിക്കും. നിന്റെ പാദസരങ്ങൾ മണലിൽ പതിക്കുന്ന ശബ്ദം കേൾക്കാൻ എന്റെ കാതുകൾ ഉറങ്ങാതെ കാത്തിരിക്കും. ശത്രുക്കളുടെ പാളയത്തിൽ. കാസിം തന്റെ പേരും വേഷവും മാറി ശത്രുഗോത്രത്തിൽ ഒരു കുതിരക്കാരനായി ജോലിക്ക് ചേർന്നു. അവിടെ അവൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരണാതീതമാണ്. കുതിരകളെ കുളിപ്പിക്കുകയും ചാണകം വാരുകയും ചെയ്യുന്നതിനിടയിൽ അവൻ അൽ സാഖറിനെ ലക്ഷ്യം വെച്ചു. 3 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രിയിൽ കാവൽക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ആ കുതിരയെ മോഷ്ടിച്ച് മണൽക്കുന്നുകളിലേക്ക് കുതിച്ചു. പക്ഷേ വിധി ക്രൂരമായിരുന്നു. മണൽക്കാറ്റിൽ ദിശതെറ്റിയ കാസിമിനെ ശത്രുക്കൾ വളഞ്ഞു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. അവന്റെ വിരലുകൾ അവർ തകർത്തു. ഇനി ഒരിക്കലും വാൾ പിടിക്കാൻ കഴിയാത്ത വിധം അവനെ മുറിവേൽപ്പിച്ചു. അവനെ അവർ ഒരു ഇരുട്ടറയിൽ തടവിലാക്കി.